രാജ്യസഭയിലും ബി.ജെ.പിക്ക് തിരിച്ചടി. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 4 അംഗങ്ങളുടെ കാലാവധി ശനിയാഴ്ച പൂർത്തിയായതോടെ രാജ്യസഭയിൽ ബി.ജെ.പിയുടെ അംഗസംഖ്യ 90-ൽ നിന്ന് 86-ലേക്ക് ചുരുങ്ങി. നോമിനേറ്റഡ് അംഗങ്ങളായ രാകേഷ് സിൻഹ, രാം ശകൽ, സോനാൽ മാൻസിംഗ്, മഹേഷ് ജെഠ്മലാനി എന്നിവരുടെ കാലാവധിയാണ് ശനിയാഴ്ച പൂർത്തിയായത്. നിലവിൽ ബി.ജെ.പി നേതൃത്വത്തിലുള്ള എൻ.ഡി.എക്ക് 101 അംഗങ്ങൾ മാത്രമാണുള്ളത്. 225 രാജ്യസഭയിലെ നിലവിലെ മൊത്തം അംഗസംഖ്യ. ഭൂരിപക്ഷത്തിന് 113 അംഗങ്ങൾ വേണം. രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ 12 അംഗങ്ങൾ കുറവാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ 87 അംഗങ്ങളുണ്ട്. ഇതിൽ 26 പേർ കോൺഗ്രസും 13 പേർ തൃണമൂൽ കോൺഗ്രസുമാണ്. ആം ആദ്മി പാർട്ടി, DMK എന്നീ പാർട്ടികൾക്ക് 10 വീതം അംഗങ്ങളുണ്ട്. തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ BRS ഉൾപ്പെടെ ബി.ജെ.പിയുമായോ കോൺഗ്രസുമായോ സഖ്യത്തിലല്ലാത്ത പാർട്ടികളുടെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും സ്വതന്ത്രരുമാണ് ബാക്കിയുള്ളവർ. കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാനുള്ള സാധ്യത ബി.ജെ.പിക്ക് മുന്നിൽ ഇനിയുമുണ്ട്. ഒരു സഖ്യത്തിലുമില്ലാത്ത പാർട്ടികളെ ഒപ്പം കൂട്ടുക മാത്രമാണ് ബി.ജെ.പിക്ക് മുന്നിലുള്ള ഏക മാർഗം. തമിഴ്നാട്ടിലെ മുൻ സഖ്യകക്ഷിയായ AIADMK, ആന്ധ്രാപ്രദേശിലെ ജഗ്മോഹന്റെ YSR കോൺഗ്രസ് എന്നിവ ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ബില്ലുകൾ രാജ്യസഭ കടത്താം. YSR കോൺഗ്രസിന് 11 അംഗങ്ങളും AIADMKക്ക് 4 അംഗങ്ങളുമാണ് ഉള്ളത്. ഇരു പാർട്ടികളും കഴിഞ്ഞ കാലങ്ങളിൽ ബി.ജെ.പിയെ പിന്തുണച്ചവരാണ്. നവീൻ പട്നായിക്കിന്റെ BJD-യാണ് ഇരു സഖ്യത്തിലുമില്ലാത്ത മറ്റൊരു പാർട്ടി. രാജ്യസഭയിൽ പാർട്ടിക്ക് 9 അംഗങ്ങളുണ്ട്. ബി.ജെ.പിയെയാണ് BJD ഇതുവരെ പിന്തുണച്ചിരുന്നത്. എന്നാൽ ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ BJD ബി.ജെ.പിയുമായി അകന്നു.